നമസ്കാരം. ഇതിലെ കഥയും കഥാപാത്രങ്ങളും ആരുമായി ബന്ധമുള്ളതല്ല. നമ്മളിന്ന് പറയാൻ പോകുന്നത് ഒരു ആസ്പയറിങ് ബിസിനസ്മാൻ്റെ കഥ. ഒരു സാധാരണ കുട്ടിയുണ്ടായിരുന്നു. അവൻ്റെ ആഗ്രഹം എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വന്തമായിട്ട് എന്തെങ്കിലും ബിസിനസ് ചെയ്ത് വരുമാനം ഉണ്ടാക്കണമെന്നായിരുന്നു. പക്ഷെ അവൻ്റെ നാട്ടുകാർക്കും വീട്ടുകാർക്കും അവൻ വെറും ഒരു മണ്ടനായിട്ടാണ് തോന്നിയിരുന്നത്. പക്ഷേ അവൻ്റെ ഉള്ളിലെ ആ ഒരു ആത്മവിശ്വാസം ഒരിക്കലും കെടുത്തിയില്ല. അവൻ്റെ 10ാമത്തെ വയസ്സിൽ അവൻ തീരുമാനിച്ചതാണ് അവന് ബിസിനസ്സുകാരനാവണമെന്ന്. അവൻ ഓരോ വർഷവും അവന് വേണ്ടി പരിശ്രമിക്കുകയുണ്ടായി. അത് അവന് പൈസ ഇല്ലായിരുന്നു, ആരും സപ്പോർട്ടും ഇല്ലായിരുന്നു. അങ്ങനെ അവൻ കുറേ നാൾ അവൻ നോളജ് അക്വയർ ചെയ്യാൻ ശ്രമിച്ചു. പല പല മേഖലകളിൽ അവൻ പഠിക്കുകയും അദ്ദേഹം പഠിച്ചതിന് ശേഷം ചെയ്ത് കൊടുക്കുകയും പലർക്കും കൺസൾട്ടേഷനും ചെയ്ത് കൊടുക്കാനും തുടങ്ങി. അങ്ങനെ അദ്ദേഹത്തിൻ്റെ ഒരു 23ാമത്തെ വയസ്സിൽ അദ്ദേഹം ഒരു കൺസൾട്ടൻ്റ് ആവുകയും 25ാമത്തെ വയസ്സിൽ അദ്ദേഹം ഒരു ബിസിനസ്സിലേക്കും കടക്കുകയാണ്. അത് കൺസൾട്ടേഷൻ സാധനം തന്നെ അവരൊരു ഏജൻസി ആയിട്ട് തുടങ്ങിയാണ് അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ഒരു ഇൻകം സോഴ്സ് അല്ലെങ്കിൽ ഒരു ബിസിനസ്സിലേക്ക് അദ്ദേഹം കടക്കുന്നത്. ഇതിനെക്കുറിച്ച് ബാക്കി അറിയാനായിട്ട് നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. അതുവരെ നന്ദി, നമസ്കാരം.